ഹലോ ഓൾ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 2026 ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് ഇത് നിങ്ങളുടെ +2 പഠിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സിബ്ലിങ്സ് ആയിട്ടുള്ള +1 സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവരോട് ഇത് മുഴുവനായിട്ടിരുന്ന് കാണാൻ പറയണം. അപ്പം ജെഇ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സക്സസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. 15 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അതിന് നമ്മളൊരു സ്കൂൾ എക്സാമിലൊക്കെ പഠിക്കുന്നത് പോലെ തലേന്ന് ഇരുന്ന് പഠിച്ചതുകൊണ്ട് ഒരാഴ്ച പഠിച്ചതുകൊണ്ട് ഒന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അത്രയും കോമ്പറ്റേറ്റീവ് ആണ്. അത് നമ്മൾ നേരത്തെ വളരെ സ്മാർട്ടായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ചോദിക്കാൻ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ +1 പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ 3 കാറ്റഗറി ആയിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്യണം. ഒന്ന് ജെഇ കോച്ചിങ് വളരെ സീരിയസ് ആയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ +1 സിലബസ് ജെഇ മെയിൻ ലെവലിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്. ഉദാഹരണത്തിന് ഇപ്പം XNYൻ്റെ ടാർഗറ്റ് ജെഇ 2026 ബാച്ചിൽ +1 സിലബസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഒരു ജെഇ മെയിൻ ലെവലുള്ള ഒരുപാട് എക്സാമിനേഷൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതുപോലത്തെ കാറ്റഗറിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ജെഇ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ എന്ത് ചെയ്തു, ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്തു, ചിലതൊക്കെ പെൻഡിങ്ങിലായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണുള്ളത്. ചില ചാപ്റ്റേഴ്സൊക്കെ പെൻഡിങ് ആണ്, കുറച്ച് വീക്കാണ്. എന്നാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജെഇ ലെവൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ഒരു രീതിയിലുള്ള ജെഇ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല. +1 സിലബസ് തന്നെ ഇപ്പോൾ ബോർഡ് എക്സാം ലെവലിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള കുട്ടികളാണ് മോസ്റ്റ്ലി +1 ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾ ഏതാണ് 1, 2, 3 ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ പറയണം. എന്തായാലും നമ്മൾ എല്ലാ കാറ്റഗറിയും എന്ത് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ ടോപ്പ് റാങ്ക് ഇഫ് യു സ്റ്റാർട്ട് നൗ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവസാനത്തെ 1-2 മാസം വന്നിരുന്നിട്ട് ഇനി തുടങ്ങിയാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റാങ്കിലൊക്കെ എത്താൻ ബുദ്ധിമുട്ടാണ്. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഡ്രീം കോളേജിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നിയർലി ഇമ്പോസിബിൾ ആണ്. എക്സെപ്ഷൻസ് ആയിട്ടുള്ള 1-2 ആളുകളുടെ എക്സാമ്പിൾസ് മാത്രമേ നമ്മുടെ മുന്നിൽ അതിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 ഇയർ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമാണ്. 1 വർഷം എന്ന് പറയുന്നത്. ഈ 1 വർഷത്തിൽ ഒരുപാട് ചാലഞ്ചുകൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ 1 വർഷമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോഴും തുടങ്ങിയില്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് സ്റ്റാർട്ട് നൗ, പിന്നെ അത് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് നേടിയെടുക്കുക എന്നുള്ളത് എന്താണ്, അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതാണ് അതിൻ്റെ ആൻസർ. അല്ലാതെ ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചു തുടങ്ങാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരുപാട് റീസൺസ് നമ്മൾ കണ്ടെത്തി ബാക്കി കുട്ടികളുടെ മാർക്ക് നോക്കി അവരുടെ സ്കോറൊക്കെ നോക്കിയിട്ട് പേടിച്ചിരുന്ന് എക്സാം എഴുതാതെ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്താതെ നമ്മൾ ഗിവപ്പ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിൽ തന്നെ വിശ്വസിച്ച് നമ്മുടെ ഡ്രീം എന്താണോ അത് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. പിന്നെ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷനും മാത്രമാണ് ഇതിലുള്ള ഫോർമുല. വേറെ സീക്രട്ട് ഒന്നുമില്ല. ജെഇ ക്രാക്ക് ചെയ്യാൻ വേറെ ഷോർട്ട് കട്ട് ഫോർമുലാസും സക്സസ് മന്ത്രം ഒന്നുമില്ല. എല്ലാ ദിവസവും പഠിക്കണം. അതും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ഫോണിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. അതെല്ലാം ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ മാനുവലി എടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ആപ്പുകൾ എടുത്ത് ഒഴിവാക്കുക. അതല്ലാതെ നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മൾ തന്നെ പോയിട്ട് പറയുകയാണ് എനിക്ക് സമയമില്ല പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ഇനി അങ്ങോട്ട് ഒരു ദിവസം പോലും എത്ര കല്യാണം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രമേള നടന്നോട്ടെ, യൂത്ത് ഫെസ്റ്റിവൽ നടന്നോട്ടെ, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് അത് സെറ്റ് ചെയ്യുക. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിനുവേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജനുവരിയിലാണുള്ളത് അല്ലേ. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ +1 സിലബസ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫോർ ദോസ് ഹു സ്റ്റാർട്ടഡ് സീരിയസ്ലി ഫ്രം 11th ജനുവരി മുതൽ അങ്ങോട്ട് +2നെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുക. +2 തന്നെ പഠിക്കുക. ആ +2 സിലബസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, +1 ഇങ്ങനെ പതുക്കെ ഡെയിലി കുറേശ്ശെ റിവൈസ് ചെയ്ത് പോകണം. അതുപോലെ പീരിയോഡിക് ആയിട്ട് +1 എക്സാമും കൂടെ എഴുതിക്കൊണ്ട് തന്നെ പോകണം. ഓക്കെ, അങ്ങനെ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒക്ടോബർ എൻഡോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് നേരത്തെ തുടങ്ങിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ടൈമിൽ തീർക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ കാരണം നമുക്ക് സിലബസ് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസം ജെഇ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷനാണ്. വേറെ ഒന്നിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട, അത് തന്നെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെയുള്ള 4 മാസം നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കാനുണ്ടാകും, അഡ്വാൻസ്ഡ് എക്സാമിന് ഫോക്കസ് ചെയ്യാനുണ്ടാകും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ടിലൂടെ നമുക്ക് NITയിൽ ഒരു സീറ്റ് ഉറപ്പായിരിക്കും എന്നുള്ളൊരു ധൈര്യമാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കുട്ടികളുടെ ടൈം ലൈൻ. ഒക്ടോബറിൽ എന്ത് ചെയ്യുക, സിലബസ് തീർക്കുക. അതിൽ ഈ ഒരു ജനുവരി ടു ഒക്ടോബർ എന്ന് പറയുന്നത് നിങ്ങളുടെ +1 എക്സാം മേ ബി ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
+1 സിലബസ് കുറച്ചുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ഓർ വീക്ക്ലി സമയം കണ്ടെത്തണം. ഈ ഒരു പീരീഡിൽ +2 പഠിക്കുന്നത് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, +1 2 ടോപ്പിക് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരു ശീലമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇപ്പം തുടങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങി അത്ര പോരാ, ഒരുപാട് പെൻഡിങ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മേ ബി നിങ്ങൾക്ക് ഒരു മാസം കൂടെ എടുക്കാം, നവംബറും കൂടെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റാവുന്ന അത്രയും സിലബസ് തീർക്കാൻ ശ്രമിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം തുടങ്ങുന്ന ആളുകളോട് ഞാൻ വളരെ സത്യമായിട്ട് പറയാം, 100% സിലബസ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറയുന്ന ടൈമിൽ തീർക്കാൻ കഴിയില്ല. പക്ഷേ ഒരു നവംബർ എൻഡ് വരെ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പറ്റാവുന്ന അത്രയും, മേ ബി അതൊരു 75% സിലബസ് ആവാം, അല്ലെങ്കിൽ ഒരു 80% സിലബസ് ആവാം, അത്രയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു 2 months എങ്കിലും നമ്മുടെ ആ ഒരു ഫൈനൽ മോക്ക് എക്സാമിനേഷൻസിനും മറ്റും വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് ജനുവരിയിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ഒരുപാട് ആളുകൾക്ക് പല ഡൗട്ടുകളും ഈ സമയത്ത് വരും. അതായത് ഏകദേശം പോർഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ പിന്നെ ഞാൻ ജനുവരി അങ്ങ് സ്കിപ്പ് ചെയ്താലോ, ഒഴിവാക്കിയാലോ എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ച് നോക്കുക, അതായത് ജനുവരിയിൽ തന്നെ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അടുത്ത് വരാൻ പോകുന്ന സെഷൻ 2ലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് എയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് മെയിൻസിൻ്റെ സെഷൻ 2നും അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം യൂസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള ടൈം ലൈൻ എന്ന് ഓർക്കുക. ഇതിൽ ജനുവരി പാളിപ്പോയാലും, കാരണം നിങ്ങൾ ഇതുവരെ നന്നായിട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ജനുവരിയിൽ ചിലപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായില്ലെന്ന് വരും. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അതുവരെ പഠിച്ചത് ഉപയോഗിച്ച് നെക്സ്റ്റ് ഒരു 2 months കൂടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെഷൻ 2നും ആൻഡ് അഡ്വാൻസ്ഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി ഓരോ സബ്ജക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെയും നോക്കി കാണേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ടുള്ള JEE മെയിൻ്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലൊക്കെ JEE മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു സ്കോർ ആണ്. അതുപോലെ തന്നെ ഫോർമുല ബേസ്ഡ് ആണ് പല ക്വസ്റ്റ്യൻസും വരുന്നത്. അതുകൊണ്ട് ബേസിക്കലി ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പലതും വരാറുള്ളത്. അഡ്വാൻസ്ഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സം ക്വസ്റ്റ്യൻസ് ആർ വെരി ടഫ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ തന്നെ ടഫസ്റ്റ് എക്സാമാണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. ട്രിക്കിയാണ്, എന്നാലും ഡൂവബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അഡ്വാൻസ് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നിങ്ങൾ സമയം കൊടുക്കേണ്ടത്. ഡെറിവേഷൻസ് കാണാതെ പഠിക്കില്ല, ഡെറിവേഷൻസ് നിങ്ങളെ കൊണ്ട് ആക്ച്വലി ചെയ്യാൻ പറ്റണം. ആ ഫിസിക്കൽ സിറ്റുവേഷൻ ആലോചിച്ച് അവിടുത്തെ ക്വാണ്ടിറ്റീസും വേരിയബിൾസ് എല്ലാം എടുത്തെഴുതി നിങ്ങൾ തന്നെ ഒരു ഫിസിസിസ്റ്റ് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് നമുക്ക് ഡെറിവേഷൻസ് എല്ലാം ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഫിസിക്സ് പഠനത്തിൻ്റെ മെത്തേഡ്. അല്ലാതെ ഫോർമുല കാണാൻ പഠിക്കലല്ല. അൾട്ടിമേറ്റ്ലി അപ്ലൈ ചെയ്യുന്നത് ഫോർമുലയാണെങ്കിലും അത് മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അത് നമ്മളെ കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ തന്നെ പഠിക്കണം, അതിൻ്റെ അപ്ലിക്കേഷൻസ് മനസ്സിലാക്കണം. പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആൻഡ് മാസ്റ്റർ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ലൈക്ക് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, മോഡേൺ ഫിസിക്സ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ ഒരിക്കലും ഒഴിവാക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഫിസിക്സിൽ പറയാനുള്ളത്. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ ഹൈ സ്കോറിംഗ് സബ്ജക്റ്റാണ്. നമ്മളെ ക്വാളിഫൈ ചെയ്യിക്കുന്നത് എപ്പോഴും കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ കടന്നു കിട്ടാൻ സാധിക്കും. NCERT ബേസ്ഡ് ആണ് പലപ്പോഴും എക്സാമിന് വരാറുള്ളത്. അഡ്വാൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കെമിസ്ട്രി തന്നെയാണ് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. കമ്പാരിറ്റീവ്ലി ഈസിയറുമാണെന്ന് പറയാം. ഇനി കെമിസ്ട്രി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3 പാർട്ടാക്കണം. നമുക്കറിയാം എന്താണ് ഫിസിക്കൽ കെമിസ്ട്രി, അതിൽ കോൺസെപ്റ്റുകൾ ന്യൂമറിക്കൽ പ്രാക്ടീസ് വേണം. ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ മെക്കാനിസംസ് നന്നായിട്ട് അറിയണം, പിന്നെ NCERT ബേസ്ഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഇനോർഗാനിക് ആണെങ്കിലോ അത് NCERT നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ ആൻഡ് അതിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. പ്രയോറിറ്റൈസ് NCERT ഫോർ ബോത്ത് തിയറി ആൻഡ് എക്സാമ്പിൾസ്. അതാണ് കെമിസ്ട്രിയിൽ പറയാനുള്ള അഡ്വൈസ്. മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ടഫാണ്. എപ്പോഴും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവൽ എന്നും ഉണ്ടാകും. അഡ്വാൻസ് എക്സാമിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അതെ വെരി ടഫ് ടു സ്കോർ. ഏറ്റവും മാർക്ക് കുട്ടികൾക്ക് കുറവ് കിട്ടുന്നത് JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സിലാണ്. നീഡ് ഇൻ ഡെപ്ത് പ്രിപ്പറേഷൻ, നല്ല പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് മാത്സിലൊക്കെ JEE അഡ്വാൻസ്ഡ് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, മെയിൻസിനൊക്കെ നമുക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് എളുപ്പമുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മൊത്തത്തിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 40 മാർക്ക്, 100-ൽ 30, 40, 50 എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിൽ നേരത്തെ തന്നെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് എത്താൻ സാധിക്കും. ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ബൈ പ്രാക്ടീസിങ് എക്സ്റ്റെൻസീവ്ലി. മാത്സ് പഠിക്കാൻ വേറെ വഴിയൊന്നുമില്ല, thousands ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫോക്കസ് ഓൺ കാൽക്കുലസ്, ഓൾജിബ്ര, കോർഡിനേറ്റ് ജിയോമെട്രി as they carry high weightage. അപ്പോൾ നമുക്ക് പറയാം കാൽക്കുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിലേക്ക് ആവശ്യമുണ്ട്, കെമിസ്ട്രിയിലേക്ക് അടക്കം ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ട് പഠിച്ചു പോകണം. മാത്സിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റ് പില്ലേഴ്സ് ആണ്. അതുപോലെ ഓൾജിബ്ര ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി ഇതൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ സോൾവ് എ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ആക്യുറസി. സ്പീഡും ആക്യുറസി ഒക്കെ മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മാത്സ് ആണ് ലെങ്തി പേപ്പർ.
നമുക്കറിയാം 3 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിലും പലപ്പോഴും മാത്സിന് എന്ത് ചെയ്യും കുട്ടികൾ 1 hour and 15 minutes ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അത്രയും ലെങ്തി പേപ്പറാണ് മാത്തമാറ്റിക്സിന് വരാറുള്ളത്. ഇനി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 99% ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് NIT-കളിൽ നമുക്കൊരു സീറ്റ് കിട്ടണം എന്നാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നല്ലോണം ഫോക്കസ് ചെയ്യണം. ഷുഡ് ബി ഏബിൾ ടു സ്കോർ 40 to 50 മാർക്സ് ഇൻ മാത്തമാറ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 40-50 മാർക്കെങ്കിലും മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് 99% എത്താൻ പറ്റുള്ളൂ. ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് കണ്ടെത്തിക്കൊണ്ട് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ് ആൻഡ് അക്യുറസി. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിനൊന്നും നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാനും കഴിയില്ല. 10 ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളിലായിട്ട് എക്സാം നടക്കും. നിങ്ങൾ പോകുന്ന ഷിഫ്റ്റിൽ ചിലപ്പം നമ്മൾ ഹൈ വെയിറ്റേജ് എന്ന് എക്സ്പെക്ട് ചെയ്ത ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെന്ന് വരും. ചിലപ്പോൾ ആകെ ഒരു ക്വസ്റ്റ്യനെ വന്നു വരുള്ളൂ. അപ്പോൾ ഇതൊന്നും 100% നമുക്കിതൊന്നും ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം വർഷങ്ങളുടെ എക്സാമുകൾ നോക്കിയിട്ടുള്ള അനാലിസിസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് വന്നാലും ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ തന്നെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. ഇനി നിങ്ങൾക്ക് 99.9% എത്തണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് റാങ്ക് ഹോൾഡർ ആവണമെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾ ഒരു 80 മാർക്കെങ്കിലും സ്കോർ ചെയ്തേ പറ്റും. എന്ന് വെച്ചാൽ മാത്സ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ A to Z നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. അതിന് നിങ്ങൾ മാത്സ് നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും വേണം. ഫിസിക്സും കെമിസ്ട്രി മാത്രം ചെയ്തിരുന്നിട്ട് കാര്യമില്ല. 99.9% എത്തണമെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങളൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കണം. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ കോൺസെപ്റ്റ്സ് ആൻഡ് ഡെറിവേഷൻസ്. കാരണം എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. 99% എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 250 മുകളിൽ മാർക്കൊക്കെ വേണ്ടി വരും. 260, 240, 250 മാർക്കൊക്കെ 300 വേണ്ടി വരും. എന്നുവെച്ചാൽ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യാൻ പറ്റാത്തുണ്ടാവാൻ പാടില്ല, ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഏകദേശം എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചിട്ടുണ്ടാവണം. ഇൻറ്റൻസ് MCQ പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് മസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇഷ്ടംപോലെ എക്സാമുകൾ എഴുതി പ്രാക്ടീസുള്ള ആളുകൾക്ക് 99.9% എത്താൻ പറ്റുള്ളൂ. അല്ലാതെ മടി പിടിച്ച് ഗിവപ്പ് ചെയ്തിട്ട് ഓരോരോ റീസൺസ് പറഞ്ഞ് നടക്കുന്ന കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിലേക്ക് എത്താൻ സാധിക്കില്ല. ആൻഡ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പണ്ട് മുതലേ പറഞ്ഞെടുക്കുന്ന കാര്യമാണ്. വേറെ മാജിക് ഒന്നുമില്ല. നമ്മൾ ആസ് മച്ച് ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ പ്രാക്ടീസ് ചെയ്യാം. തിയറി വിത്തൗട്ട് പ്രാക്ടീസ് ഈസ് നത്തിങ്. തിയറി മാത്രം പഠിച്ചതുകൊണ്ടൊന്നും JEE മെയിൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. യു വിൽ നെവർ ബി പെർഫെക്റ്റ് വിത്ത് 100% സിലബസ് കവേർഡ്. അത് മനസ്സിലാക്കാം. നിങ്ങൾ ഇനി എത്ര ഇരുന്ന് പഠിച്ചാലും 100% മാർക്ക് നിങ്ങൾക്ക് JEE അഡ്വാൻസ് എക്സാമിനോ ആൻഡ് മേ ബി JEE മെയിൻസിന് പോലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതൂ എന്നുള്ള ആ ഒരു പെർഫെക്ഷനിസം JEE എക്സാമിന് നിങ്ങൾ കൊണ്ട് നടക്കരുത്. അത് വലിയൊരു അബദ്ധമാണ്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും സമയം നമ്മൾ എഫേർട്ട് ഇടുക. അതിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക. എന്നിട്ട് പോയി എക്സാം എഴുതുക. അങ്ങനെ ദ ബെസ്റ്റ് റിസൾട്ട് ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ്, അതിലേക്കാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. മനസ്സിലായോ? അതല്ലാതെ ഞാൻ എല്ലാം പഠിച്ച് എല്ലാം ശരിയാക്കുന്ന ഒരാളായിട്ട് എക്സാം എഴുതും എന്നുള്ളതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. PYQs ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അല്ലാതെ വെറുതെ ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് പഴയ കാലത്തുള്ള കുറേ കീമിൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ നോക്കിക്കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഫോക്കസ് ഓൺ സോൾവിങ് ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് rather than just aiming for quantity. Try to do 200 questions per chapter. ഇതൊരു ടാർഗറ്റാണ്. എല്ലാവർക്കും എല്ലാ ചാപ്റ്ററിലും 200 എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് സ്മോൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും, അവിടെ നിന്ന് 200 വേണ്ടി വരില്ല. എന്നാൽ നമ്മൾ പറയുകയാണ് ഒരു 200 ചാപ്റ്റേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എയിം ചെയ്താൽ ശരിക്കും ഏകദേശം 80 ചാപ്റ്റർ ഉണ്ട്. നമ്മളൊന്ന് ആവറേജ് ഔട്ട് ചെയ്യുകയാണ്. വലിയ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ഒക്കെ ഉണ്ടാവില്ല. സ്റ്റിൽ ഏകദേശം ഒരു 16,000 ക്വസ്റ്റ്യൻസോളം ചെയ്യണം എന്നുള്ളതാണ് ഐഡിയലി ഒരാളോട് നമ്മൾ പറയാം, ഒരു സ്റ്റുഡൻറ്റിനോട്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈസി ആണെന്ന്. ഇപ്പോൾ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഈസി ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ ഞാൻ പറഞ്ഞ എത്രയാണ്, 16,000 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് അടുത്ത വർഷത്തെ സെഷൻ 2 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന JEE മെയിൻ സെഷൻ 2ലേക്ക് അറൗണ്ട് ഒരു 400 ദിവസമാണ് ഉള്ളതെന്ന് പറയാം. ഓക്കെ, ഈ 400 ദിവസം ബാക്കി എന്തായാലും കുറച്ച് ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, മുഴുവൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ജനുവരി മുതൽ നെക്സ്റ്റ് ഏപ്രിൽ വരെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതായത് ഓരോ ദിവസവും നമ്മൾ 40 MCQ വെച്ച് ചെയ്താലേ എല്ലാ ചാപ്റ്റേഴ്സിലും ആവറേജ് 200 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അവസാന നിമിഷം വന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കരുത് എന്നുള്ള ഒരു അഡ്വൈസാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ശീലം തുടങ്ങുക. ഓരോ ദിവസവും നിങ്ങൾ ഇത്ര MCQ ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ഒരു ഹാബിറ്റാണ്, നിങ്ങളുടെ ഒരു റൂളാക്കി തന്നെ അത് സെറ്റ് ചെയ്യാം. അങ്ങനെ അത് 40 പറ്റില്ലെങ്കിൽ 30, ഓക്കെ, അല്ലെങ്കിൽ 25, അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ സെറ്റ് ചെയ്ത് അത്രയും ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ ചെയ്തു പോകുമെന്നുള്ള വാശിയോട് കൂടി പോയാലേ JEE ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. സോൾവ് PYQs ആഫ്റ്റർ ഫിനിഷിംഗ് ഈച്ച് ചാപ്റ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പാറ്റേൺ. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ മാക്സിമം നമ്പർ ഓഫ് PYQs ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് 5 year PYQs ആർ മസ്റ്റ് എന്നതാണ് നമ്മൾ പറയും. അതിനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. ഇതെത്ര ക്വസ്റ്റ്യൻ ആണെന്നറിയോ? ഓരോ വർഷവും ഏകദേശം 2000-ഓളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1500 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷം എടുത്താൽ തന്നെ 10,000-ഓളം, നിയർലി 10,000 ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ട് ചെയ്തു തീർക്കാനുള്ളതാണ്. മേ ബി മുഴുവൻ പറ്റിയില്ലെന്ന് വരും, ബട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ പോകാം. 2025 ചെയ്യുക, 4 ചെയ്യുക, 3 ചെയ്യുക, 2 ചെയ്യുക, അങ്ങനെ ബാക്കിലേക്ക് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലേൺ എ ചാപ്റ്റർ ഫ്രം 1 ടീച്ചർ ഓർ 1 ബുക്ക്. എല്ലാവരും ഒരു 10 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 10 ബുക്ക് വാങ്ങിയിട്ടുണ്ടാകും. അതിലൊന്നും ആവശ്യമില്ല.
ഒരു ബുക്ക് ഒരു ടീച്ചർ എന്ന പോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബുക്കോ അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചറൊന്നും എവിടെ ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവോയ്ഡ് മൾട്ടിപ്പിൾ ബുക്സ് ഓർ ക്ലാസ്സസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ കാണുന്നതൊക്കെ വെറും അബദ്ധമാണ്. ക്ലാസ്സൊക്കെ ആകെ ഒറ്റ തവണ കണ്ടാൽ മതി. പിന്നെ സ്റ്റഡി നടക്കുന്നത് നമ്മളും ബുക്ക് മാത്രമായിട്ടാണ്. അല്ലാതെ ക്ലാസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അതിൽ നിന്ന് കിട്ടുകയല്ല ചെയ്യുക. ആ പഠിച്ച കാര്യങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ള സത്യം മനസ്സിലാക്കുക. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. പിന്നെ നോട്ടുകൾ നിങ്ങൾക്ക് തയ്യാറാക്കണം, ഡെഫിനറ്റ്ലി തയ്യാറാക്കണം. ഫ്ലാഷ് കാർഡുകളൊക്കെ നിങ്ങൾ തന്നെ ചെറിയ ചെറിയ പേപ്പറുകളിൽ എഴുതി സൂക്ഷിക്കണം. അതൊക്കെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ആവശ്യം വരും. എപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന ഫോർമുലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലത്തെ നോട്ടുകളാക്കിയിട്ട് സൂക്ഷിച്ചാൽ നിങ്ങളുടെ വാളിലും മറ്റോ കൊട്ടിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ബാക്ക്ലോഗിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇനിയെങ്കിലും ബാക്ക്ലോഗ് വെക്കാതിരിക്കുക. +2 ഒറ്റ ബാക്ക്ലോഗ് പോലും നിങ്ങൾ വരുത്താൻ പാടില്ല. +1 ഓൾറെഡി വന്ന ആളുകൾ ഉണ്ടാകും. +2 എന്ത് ചെയ്യാൻ പാടില്ല, ബാക്ക്ലോഗുകൾ വരുത്താൻ പാടില്ല. അത് പിന്നെ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴിയില്ല. ആ ചാപ്റ്റർ പഠിക്കാതെ പോകുക എന്നുള്ളതായിരിക്കും പിന്നെ സൊല്യൂഷൻ. അല്ലാതെ ബാക്ക്ലോഗ് എങ്ങനെ തീർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തീർക്കുക? ഓൾറെഡി ഉള്ള സമയം നമ്മൾ കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് ബാക്ക്ലോഗ് തീർക്കുക? അപ്പം പല ചാപ്റ്റേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സാവാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്ന കുട്ടികൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, +2 പഠിക്കുന്ന ഒരു ചാപ്റ്റർ പോലും JEE ലെവലിൽ നിങ്ങൾ ബാക്ക്ലോഗ് വരുത്താൻ പാടില്ല. +1 കഴിയുന്നത് നമ്മൾ അതിൻ്റെ പാരലലി ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ സമയം കണ്ടെത്തി 1-2 മണിക്കൂറൊക്കെ കണ്ടെത്തിയിട്ട് പഴയ ചാപ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ഓക്കെ, ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദർ. പലരും പറയുന്ന ഒരു കോട്ടാണ്, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ അവിടെ എത്തുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ദൂരം നമ്മൾ താണ്ടി എന്നാണ് പറയാറുള്ളത്. ബാക്കി പകുതി നമ്മുടെ എഫേർട്ടും നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡ്രീം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു JEE ആസ്പിറൻറ്റിൻ്റെയും അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IIT തന്നെയാണ്. ഈവൺ അത് ടോപ്പ് IITs ആയിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇത്രയും നേരം കണ്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സീരിയസ് JEE ആസ്പിറൻ്റ് ആണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം കോളേജും ഡ്രീം ബ്രാഞ്ചും ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എന്നും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കണം, അതിന് വേണ്ടി വർക്ക് ചെയ്യണം. മേ ബി എല്ലാ ആളുകളും അവരുടെ ആ ഒരു ഡ്രീം IIT മദ്രാസ് അല്ലെങ്കിൽ IIT ബോംബെയിൽ ചിലപ്പോൾ എല്ലാ ആളുകളും എത്തിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ അത് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡ്രീം തന്നെ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പം ഈ 2026 JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ജോയിൻ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് വീഡിയോസും ക്ലാസ്സസും എക്സാമിനേഷൻസ് എല്ലാം അതിൽ തന്നെ ഒരു 90% ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ അതിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പെയ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ JEE Sprint എന്ന് പറയുന്ന ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. ടെസ്റ്റ് സീരീസ് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, അൺലിമിറ്റഡ് നമ്പർ ഓഫ് കസ്റ്റമൈസ്ഡ് എക്സാമുകൾ ചെയ്യാം. ഇതെന്ത് ചെയ്യാൻ പോവാണ്, ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ കൂടെ +1 പഠിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിഷൻ IIT ഈ ഒരു മിഷന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള +1 സ്റ്റുഡൻസ് താഴെ കമന്റ് സെക്ഷനിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ മുഴുവൻ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് കൊണ്ടുവരണം. ഈ വർഷത്തെ നമ്മുടെ JEE ചാനലിലെ കണ്ടന്റും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് സ്ട്രാറ്റജീസും എക്സ്പ്ലനേഷൻസ് എല്ലാം അടുത്ത വർഷവും ഉണ്ടായിരിക്കും. സോ സി യു ദർ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രീം ക്യാമ്പസും ഡ്രീം ബ്രാഞ്ചും ഏതാണെന്നുള്ളത് ഞാൻ ഓരോരുത്തരുടെയും വായിച്ചു നോക്കുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.